ബൈജു, കൂടുതൽ അറിയാവുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കാമോ? നമസ്കാരം. അത് പിന്നെ ഏതാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു 6:20 സംഭവം ഉണ്ടായത്. 6:10 അത് എന്തൊരു പടക്കം പൊട്ടിയിട്ട് ഇതിലാണ്. അതിന്റെ ചെറിയ വിഷ്ണു നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും 32 പേർ കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതിൽ 2 പേരാണ് മരണപ്പെട്ടത്. 32 പേർക്കാണ് പരിക്കേറ്റവർ കൂടുതലും സ്ത്രീകളാണ്. അതെ, ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്ര പേരെ കൊണ്ടുപോയിട്ടുണ്ട്? 32 പേരാ. കൊയിലാണ്ടിയിൽ നിന്ന് 32 പേരെ വിവിധ ആംബുലൻസുകളായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ നല്ലൊരു കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ 2 പേരേ ഉള്ളൂ. ബാക്കി 32 ആൾക്കാർ 2 ഡെത്തും കഴിച്ചത്. ആർക്കെങ്കിലും കൂടുതൽ ഒരു ഗുരുതരമായ സ്ഥിതി ഉണ്ട്, അങ്ങനെയുണ്ടോ? 2 പേർ ഗുരുതര പേർക്കുണ്ടെന്നാ പറയുന്നത്. പിന്നെ തുടയിൽ പൊട്ടിയ കേസുണ്ട്, ഷോൾഡറിൽ പൊട്ടിയ കേസുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇവിടുന്ന് മൊത്തം ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുള്ള സ്ഥലമായതുകൊണ്ടും ഇത്ര ഒരു വലിയൊരു മാസ് കാഷ്വാലിറ്റി വന്നുകൊണ്ടും പിന്നെ കൂടുതൽ ഡോക്ടർമാർ കുറവുള്ള ഒരു അവസ്ഥയായതുകൊണ്ടും പിന്നെ പെട്ടെന്ന് തന്നെ ഇവിടുത്തെ ആൾക്കാരെ MCHലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ ആ കെട്ടിടം, തകർന്ന കെട്ടിടത്തിനോട് ചുറ്റും നിന്നവരാണോ അതോ? അതെ, ആന ഓടിയിട്ട് ഒരു പഴയ ബിൽഡിങ്ങിൽ വീണു. പിന്നെ ഓഫീസിലേക്ക് ഓടി കയറുകയും ഓഫീസിന്റെ ഭാഗത്തു നിന്ന് സ്ത്രീകൾക്കാണ് കൂടുതൽ പരിക്കേറ്റത്. പരിക്കേറ്റവരിൽ കൂടുതൽ സ്ത്രീകളാണുള്ളത്. ഈ ആനയുടെ ആക്രമണം, ആനയുടെ ചവിട്ടേറ്റിട്ടുണ്ടോ അതോ തിക്കും തിരക്കും? ആനയുടെ ചവിട്ടേറ്റാണ് ഒരു സ്ത്രീ മരിക്കുന്നത്. അതിൽ ഞാൻ ലീല പിന്നെ അതുപോലെ അമ്മുകുട്ടി ആനയുടെ പിന്നെ ചവിട്ടേറ്റാണ് ഡെത്ത് ആകുന്നത്. അല്ല, അങ്ങനെ ആനയുടെ ചവിട്ടേറ്റ് മറ്റാരെങ്കിലും ഉണ്ടോ ഗുരുതരമായി പരിക്കിൽ? ആനയുടെ ചവിട്ടേറ്റത് മാത്രമല്ല, തിക്ക് തിരക്കലും ബിൽഡിങ്ങിന്റെ പിന്നെ ഇടിഞ്ഞു വീണത് പിന്നെ അതിൽ കുടുങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഈ ആനയെ എത്ര ദൂരം പോയിട്ടാണ് പിന്നെ തളച്ചത്? അപ്പൊ നമുക്കിങ്ങനെ ദൂരെ തളച്ചത് ഏതാണ്ട് ഒരു 100 മീറ്ററിനുള്ളിൽ തന്നെ ഇതുണ്ട്. അത് ഗുരുവായൂർ ദേവസ്വത്തിന്റെ അന്തരമുള്ള പീതാംബരനും ഗോകുലാണെന്നാ ഇപ്പം കിട്ടിയ വിവരം. ആന അധികം വൈകാതെ തളയ്ക്കാൻ പറ്റിയല്ലേ? അതെ, ഏതാണ്ട് ഒരു 3/4 മണിക്കൂറുണ്ട്. ഇപ്പൊ മാസ് കാഷ്വാലിറ്റി ഇവിടെ എത്തുമ്പോഴത്തേക്കാണ് ഏതാണ്ട് തളച്ചിട്ടുണ്ട്. ആദ്യം 1-ന ഞാൻ അതിന്റെ വിഷ്വൽസ് കുറച്ച് പുതിയ വിഷ്വൽസ് അയച്ചുതരാം. ഈ 2 പേരുടെ മരണം അവിടെ വെച്ച് സംഭവിച്ചോ അത് ആശുപത്രിയിൽ എത്തിയ ശേഷമായിരുന്നോ? ഹലോ ബൈജു, ശരി.